ഹലോ ഐസേ ലവ്സ്, ഇന്ന് ഞാനുണ്ടല്ലോ നല്ല പെർഫെക്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ടോട്ടിയയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എന്നാൽ പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കിക്കാണാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. മൈദമാവാണെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/3 കപ്പ് പാൽപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ, പിന്നെ സ്വല്പം പഞ്ചസാര, എൻ്റെ ബ്രൗൺ ഷുഗർ അതായി കളറ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത്രയും ചേർത്ത് ആദ്യം ഒന്ന് കൈകൊണ്ട് ഇതൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം, നേരിയ ചൂടുള്ള വെള്ളം സ്വല്പമായിട്ട് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കണേ. അപ്പോൾ നമ്മളിത് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ നേരിയ ചൂടുള്ള വെള്ളം, വളരെ നേരിയ ചൂടുള്ള വെള്ളം എടുക്കാൻ പോകുന്നു. ഒരുപാട് ചൂട് വേണ്ട. നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സ്വല്പ ചൂടുവെള്ളം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്വല്പ ചൂടുവെള്ളം എടുത്ത് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കണം. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആവശ്യമേ. ഇപ്പോൾ നമ്മുടെ ഡോ തയ്യാറായി. നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. ഡോ നല്ല റെസ്റ്റായിട്ടുണ്ട്. ഒരു ഒരു തവ ചൂടാക്കുക. എന്നിട്ട് ഒരു 8 ബോൾസ് ഈ ഏകദേശം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ റോളിംഗ് ബോർഡ് എടുത്ത് സ്വല്പം മാവ് ഡസ്റ്റ് ചെയ്തിട്ട് നല്ല തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കണേ. അപ്പോൾ നമ്മൾ നന്നായി മാവ് ഡസ്റ്റ് ചെയ്തിട്ട് തിന്നായിട്ട്, അതായത് നമുക്ക് വളരെ തിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അത് നോക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് എന്താ ഉള്ളത് അത് കാണണം. അത്രയ്ക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ നല്ല തിന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. പാൻ ഒരു മീഡിയം, കണ്ടോ ഇത്രയും നല്ല വലുതായിട്ട് റോൾ ചെയ്തെടുക്കണം. പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. എന്നിട്ട് നമുക്കിത് പാനിലേക്ക് എടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ച് ഇടുമ്പം ഇതൊരു കുറച്ചൊക്കെ ബ്രൗണിഷ് കളറാവും. അതുപോലെ കുറച്ചൊക്കെ പൊന്തി വരും. അപ്പം ഈ ഒരു പരുവാവേണ്ടത്. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഇരുന്ന് കളിക്കുവാണ്. അപ്പോൾ ദാ നമ്മുടെ ടോട്ടിയ അവിടെ റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ള മാവിൽ ബോൾസൊക്കെ തയ്യാറാക്കി പരത്തി, നല്ല തിന്നായിട്ട് പരത്തി ഇതുപോലെ ടോട്ടിയ തയ്യാറാക്കിയെടുക്കുന്നതൊക്കെ ഇതുപോലെ ഒരു തുണിക്കകത്ത് വെച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ മാവും കൊണ്ട് ടോട്ടിയ ഉണ്ടാക്കി നല്ല അടിപൊളി സോഫ്റ്റായിട്ട് വന്നു. ഇത് നല്ല കടയിൽ കഴിക്കുന്ന ടോട്ടിയയുടെ ടേസ്റ്റും ടെക്സ്ചറും ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.